അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ചേരുന്നു. ഇപ്പോൾ SIT അംഗങ്ങൾ ബംഗളൂരിൽ എത്തിയിട്ടുണ്ട്. അവിടെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ SIT എവിടെയാണ് അരുൺ പൂപ്പറമ്പ? എസ് കെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരു മല്ലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താമസ സ്ഥലത്താണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നിലാണ് ഞാനുള്ളത്. നമുക്കതിൻ്റെ പേര് കാണാം, കോത്താരി മാൻഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ 4ാം നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഏകദേശം 45 മിനിറ്റിന് മുകളിലായി ഇപ്പോൾ അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ട് അവർ ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം ഈ SIT ഇവിടെ ബംഗളൂരുവിലെ തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരു ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം തുടങ്ങിയത് ബംഗളൂരിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ, അതോടൊപ്പം ഈ കുറ്റകൃത്യത്തിൽ തന്നെ നേരിട്ട് പങ്കെടുത്ത ആൾക്കാരുൾപ്പെടെ ഈ ബംഗളൂരുവിലാണുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അപ്പാർട്ട്മെന്റിന് തൊട്ട് സമീപമുള്ള ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2006-2007 കാലഘട്ടത്തിൽ പൂജാരിയായി ജോലി ചെയ്തത്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ, ഈ ഒരു കവലയുടെ ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ ഏകദേശം ഒരു 150 മീറ്റർ മാത്രം അകലെയാണ് ആ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിലാണ് പൂജാരിയായി ജോലി ചെയ്തത്. അന്നുണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ് പിന്നീട് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി, അതിൻ്റെ കുറ്റകൃത്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഗോവർദ്ധൻ അത് ഈ ക്ഷേത്രത്തിൽ പൂജാരിയായിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബന്ധമാണ്. ആ ബന്ധം പിന്നീട് ഈ തട്ടിയെടുത്ത സ്വർണം അത് വേർതിരിച്ച് അതേ ഗോവർദ്ധന് തന്നെ, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന് കൈമാറുകയുണ്ടായി. അത് പിന്നീട് ഇപ്പോൾ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഈ സ്വർണം കണ്ടെത്തിയെന്ന, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇന്നലെയാണ് ഈ ബെല്ലാരിയിലെ ഈ ഗോവർദ്ധന്റെ സ്ഥലത്തെത്തിയത്. ഗോവർദ്ധനെ കണ്ടതും അല്ലെങ്കിൽ ഈ സ്വർണം പിടിച്ചെടുത്തതും ഇന്നലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. അന്വേഷണ സംഘം രണ്ട് ടീമായി തിരിഞ്ഞു. അതിനുശേഷം ബംഗളൂരുവിൽ ഒരു സംഘം ഉണ്ടായി. കർണാടക പോലീസിന്റെ ഒരു കേന്ദ്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നിർത്തിയത്. അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ബെല്ലാരിയിലേക്ക് പോയത്. ബെല്ലാരിയിൽ നിന്നും ഈ സ്വർണം ഉൾപ്പെടെ കണ്ടെടുത്തു എന്നതാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും അതൊരു നിർണായക നീക്കമാണ്. അതിനുശേഷമാണ് അന്വേഷണ സംഘം ഈ ബംഗളൂരുവിലെ ഇയാളുടെ താമസ സ്ഥലത്തേക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ചില തെളിവ് ശേഖരണം ആവശ്യമാണ്. കാരണം സ്വർണ്ണപ്പാളി കൈമാറിയത്, അതായത് ഈ സ്വർണം വേർതിരിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്നും അനന്തസുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നത് ബംഗളൂരിലാണ്. ഇവിടെ നിന്നാണ് കൈമാറിയത്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തെളിവ് ശേഖരണം ആവശ്യമാണ്. സ്പോൺസർമാർ ഉൾപ്പെടെ, ഇയാളുടെ സ്പോൺസർമാർ എന്ന് പറയുന്ന സഹായികൾ ഇവിടെയുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമോ എന്നത് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ഇപ്പോഴും പരിശോധന, തെളിവ് ശേഖരണം ഈ അപ്പാർട്ട്മെന്റിൽ തുടരുകയാണ്. സ്കെയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.